പഴയ 373cc എഞ്ചിനിൽ നിന്ന് 349cc വന്നപ്പോൾ ബൈക്കിന് എന്തെങ്കിലും പവർ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്താണ് വണ്ടി എന്ന് വേറൊരു സൗണ്ട് തന്നെ. ബൈക്കിൻ്റെ തേർഡ് ഗിയറിന് എന്തോ ഒരു സൂപ്പർ പവർ ഉണ്ടെന്ന്. സെയിം ആ ഒരു സൂപ്പർ പവർ തന്നെ പുതിയ ഡോമിനാറിൻ്റെ തേർഡ് ഗിയറിന് കിട്ടിയിട്ടുണ്ട്. 2026 ആരൊക്കെയാണ് ഒരു ബൈക്ക് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ ബൈക്കിനെ കുറിച്ചും ബൈക്കിന്റെ EMI സ്കീംസിനെ കുറിച്ചും റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ച് ബജാജിന്റെ ബൈക്കുകൾ ചൂസ് ചെയ്യാൻ ഒന്നിലധികം കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം വാല്യൂ ഫോർ മണി എന്നതാണ്. മറ്റ് വിദേശ ബ്രാൻഡുകൾ നൽകുന്ന അതേ പവർഫുൾ ഫീച്ചറുകളും കുറഞ്ഞ വിലയിൽ ഇന്ത്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബജാജിന്റെ വിജയം. രണ്ടാമത്തെ കാര്യമായിട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് ബജാജിന്റെ സർവീസ് നെറ്റ്വർക്കാണ്. ഏതൊരു കുഗ്രാമത്തിൽ ചെന്നാലും ഒരു സർവീസ് സെന്റർ നമുക്ക് കണ്ടെത്താൻ പറ്റും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു പ്രീമിയം അനുഭവമാണ് ബജാജ് നൽകുന്നതെന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിലൊരു ബ്രാൻഡിന്റെ പവർ ഹൗസ് ആയിട്ടുള്ള ഒരു ബൈക്കിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പ്രീവിയസ് മോഡലിനെ വെച്ച് നോക്കുമ്പോൾ അപ്ഡേറ്റഡ് വേരിയന്റിന്റെ എഞ്ചിൻ കപ്പാസിറ്റി കുറച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതുവഴി ടാക്സ് കുറയ്ക്കാനും ഒരു ബൈക്കിന് 37,000 രൂപ വരെ കുറയ്ക്കാനും കഴിഞ്ഞു എന്നാണ് ബജാജ് അവകാശപ്പെടുന്നത്. 2016 വിപണിയിൽ വരുന്ന ഒരു ബൈക്കാണിത്. എന്നിരുന്നാലും എന്നെ സംബന്ധിച്ച് ഈ ഒരു ബൈക്കിനെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണം എന്നൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവനൊരു പവർ ക്രൂസറായിട്ടോ, ഒരു നേക്കഡ് സ്പോർട്ട് സ്ട്രീറ്റ് ഫൈറ്റർ ബൈക്കായിട്ടോ, അല്ലെങ്കിൽ ഒരു ടൂറിംഗ് മെഷീനായിട്ടോ എങ്ങനെ വേണമെങ്കിലും കണക്കാക്കാം. എന്താ പറയുക, 1 solution for 99 problems എന്ന് കേട്ടിട്ട് അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു ഒറ്റ മൂല്യമാണ് അവൻ. അപ്പോൾ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മോഡേണൈസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് 2026 മോഡൽ ഡൊമിനാർ 400. ഒരു ഭൂരിഭാഗം ആളുകളെയും ഡൊമിനാറിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു ഘടകം ബൈക്കിന്റെ വെയിറ്റ് ആണ്. ഒരുപക്ഷെ സീറ്റ് ഹൈറ്റ് ആവാം ഈ ഒരു ബൈക്കിന് അത്ര സീറ്റ് ഹൈറ്റ് വരുന്ന ഒരു ബൈക്കല്ല. എന്നിരുന്നാലും അത്യാവശ്യം ബൈക്കൊക്കെ റൈഡ് ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് ആയ ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഒരു ബൈക്കിന്റെ വെയിറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു ബൈക്കിന്റെ ഹൈറ്റിന്റെയോ പേരിൽ പൂർണ്ണമായിട്ട് ഒരു ബൈക്കിനെ ഒഴിവാക്കി നിർത്തില്ല. നമ്മുടെ പർപ്പസ് ആ ഒരു ബൈക്ക് ഫുൾഫില്ല് ചെയ്യുന്നുണ്ടോ, മെയിനായിട്ട് ഈ ഒരു കാര്യം മാത്രമാണ് നോക്കേണ്ട ആവശ്യമുള്ളൂ. ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് എന്നിവയിലുള്ള കൺട്രോളും അത്യാവശ്യം ബോഡി ബാലൻസ് ഉള്ള ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഏതൊരു ബൈക്കും നിഷ്പ്രയാസം കൊണ്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഫിഡൻ്റ് ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയ റൈഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ ബൈക്കാണ് ഡൊമിനാർ 400. പുതിയ മോഡൽ ഡൊമിനാറിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഡിസൈൻ വൈസ് വലിയ മാറ്റങ്ങളൊന്നും കാണാനില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പഴയ ഡൊമിനാറിൻ്റെ ലെഗസി ഇപ്പോഴും ഒരു കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കാരണം അത്ര കിഡുമായിട്ടാണ് ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈൻ ബജാജ് ചെയ്തിട്ടുള്ളത്. ചില ബൈക്കുകൾ കാണുമ്പോൾ നമുക്കറിയാം ആ ഒരു ബൈക്കിൻ്റെ ഡിസൈൻ എത്ര നാളും നിലനിൽക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പഴയ KTM 390 കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡ്യൂക്ക് സീരീസോ RC സീരീസോ നോക്കുകയാണെങ്കിൽ ഈ വണ്ടികളുടെ ഒന്നും ലുക്ക് ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം പറഞ്ഞാൽ ഇന്ത്യയിലെ KTMന്റെ വണ്ടികളുടെ മാനുഫാക്ചറിങ് ബജാജ് ആണെങ്കിലും KTM ആ ഒരു ബൈക്കുകളുടെ ഡിസൈനിൽ കൊടുത്ത മാറ്റങ്ങൾ തന്നെ ആയിരിക്കണം. കുറച്ച് നാളുകളായിട്ട് പഴയതുപോലെ ഒന്നും KTMന്റെ ബൈക്കുകൾ റോഡുകളിൽ കാണാനും കൂടി ഇല്ല. സോ ലുക്ക് വൈസ് ഡൊമിനാർ ഇപ്പോഴും അത്ര പെർഫെക്റ്റ് ആണ്. ബൈക്കിന്റെ ഫ്രണ്ട് സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബൈസൺ ഇൻസ്പയർഡ് ആയിട്ടുള്ള, അതായത് ആ കാട്ടുപോത്തിനെ പോലെ തോന്നിക്കുന്ന ഒരു സിഗ്നേച്ചർ LED ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് ബൈക്കിന്റെ ഫ്രണ്ട് വശത്തെ പ്രധാന ആകർഷണം. കുറച്ച് ദൂരത്ത് നിന്ന് നോക്കുമ്പോഴാണെങ്കിലും ആ ഒരു ഹെഡ്ലൈറ്റ് വെച്ചിട്ട് തന്നെ വരുന്നത് ഒരു ഡൊമിനാർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബൈക്കിലെ USD ഫോക്സും നക്കിൾ ഗാർഡും പുതിയ ആ ഒരു ടൂറിംഗ് വിൻഷീൽഡും എല്ലാം ചേരുമ്പോൾ ബൈക്കിന് ഫ്രണ്ടിൽ നിന്ന് ഒരു മാസ് ലുക്കും അതുപോലെ ഒരു ബിഗ് ബൈക്ക് ഫീലൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി നൽകുന്ന ഹെഡ്ലൈറ്റ് ആണ് ബൈക്കിൻ്റെത്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലൈറ്റ് ത്രോ വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ്. അതായത് വശങ്ങളിലേക്ക് വിസിബിലിറ്റി കുറവാണ്. സോ ലോങ് റൈഡ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ സ്പീഡ് കോർണറിംഗ് ഒക്കെ എടുക്കുന്നവരെ സംബന്ധിച്ചും അഡീഷണൽ ഒരു ഓക്സിലറി ലൈറ്റ് എപ്പോഴും ബെറ്റർ ആയിരിക്കും. കാസ്റ്റ് അലുമിനിയം സ്റ്റെമ്മുകളോട് കൂടിയ മിററുകളാണ് ബൈക്കിനുള്ളത്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള നല്ല വിസിബിലിറ്റി നൽകുന്ന ഒരു ഹൈ RPM-ലേക്കൊക്കെ കയറുമ്പോൾ വൈബ്രേഷൻസ് ഒക്കെ ഈ ഒരു മിററിൽ കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ബൈക്കിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഐ ക്യാച്ചിങ് എന്ന് പറയാൻ പറ്റുന്ന 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ബൈക്കിന്റെ ഫ്യൂൽ ടാങ്ക് ആണ്. 13 ലിറ്ററിന്റെ മസ്കുലാറായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫ്യൂൽ ടാങ്ക് ആണ് ബൈക്കിനുള്ളത്. ഏകദേശം 25-നും 35-നും ഇടയ്ക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു ബൈക്കിന് മൈലേജ് കിട്ടുന്നത്. അടുത്തായിട്ട് പറയാനുള്ളത് ബൈക്കിന്റെ ആ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസിനെ കുറിച്ചാണ്. ഈ ഒരു സെഗ്മെന്റിൽ തന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അലോയ് വീൽസ് ഒന്നാണ് ഡൊമിനാറിനുള്ളത്. അടുത്ത നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ഐറ്റാണ് ബൈക്കിന്റെ ഡബിൾ ബാരൽ എക്സോസ്റ്റ്. ഇത് ബൈക്കിന് ഒരു സ്പോർട്ടി അല്ലെങ്കിൽ ഒരു റഗ്ഡ് ലുക്ക് ഒക്കെ നൽകുന്നുണ്ട് നമുക്ക് പറയാം. അത്യാവശ്യം നല്ലൊരു ഹെവി ബാസ് നൽകുന്ന എക്സോസ്റ്റ് നോട്ടാണ് ബൈക്കിനുള്ളത്. നമുക്ക് ഏതായാലും ബൈക്കിന്റെ സൗണ്ട് ഒന്ന് ഫീൽ ചെയ്ത് നോക്കാം.
ഇത് എന്താണ് വണ്ടിന്ന് വേറൊരു സൗണ്ട് തന്നെ. പറ്റിച്ചേ അതപ്പുറത്ത് കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മെഷീനിൽ നിന്ന് അണ്ട. സത്യം പറഞ്ഞാൽ ഞാൻ 2 സെക്കൻഡ് പേടിച്ചു പോയി. ഷോക്കോ ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. ബൈക്ക് ഒരു ലോ സ്പീഡ് ക്രൂയിസർ അല്ല, പകരം ഒരു ഹൈപ്പർ ടൂററിന്റെ ക്യാരക്ടറാണ് ഈ ഒരു ബൈക്കിനുള്ളത്. ബൈക്കിന്റെ മീറ്റർ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ പവർ ഡെലിവറി എങ്ങനെ വീഡിയോയിൽ കിട്ടുമെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും നമുക്ക് ജസ്റ്റ് ബൈക്കിനൊന്ന് പുഷ് ചെയ്ത് നോക്കാം. ഞാൻ ഏതായാലും ബൈക്കിനെ അധികം വലിപ്പിക്കണമൊന്നുമില്ല കേട്ടോ. ബൈക്കിന്റെ പവർ ഫിഗേഴ്സിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു 349.13 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOHC എഞ്ചിനാണ് ഈ ഒരു ബൈക്കിന് കരുത്ത് നൽകുന്നത്. ഇത് 40.04 bhp 9000 RPM 33.2 ന്യൂട്ടൺ ടോർക്ക് 7500 RPM ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു 6000-7000 RPM മുകളിലേക്കാണ് ബൈക്കിന്റെ പീക്ക് പെർഫോമൻസ് ഇരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ ബൈക്കിൽ ഒരു മിഡ് ടു ഹൈ RPM ഫോക്കസ്ഡ് എഞ്ചിനാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ റിവ് ചെയ്ത് ബൈക്കിന്റെ ഒരു പെർഫോമൻസ് എടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ പുതിയ ഹിമാലയൻ 450യുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈക്കിന്റെ തേർഡ് ഗിയറിന് എന്തോ ഒരു സൂപ്പർ പവർ ഉണ്ടെന്ന്. സെയിം ആ ഒരു സൂപ്പർ പവർ തന്നെ പുതിയ ഡോമിനാറിന്റെ തേർഡ് ഗിയറിന് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഗിയറുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ തേർഡ് ഗിയറിന് ഒരു പ്രത്യേക പവറും ഒരു സ്മൂത്ത്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സൂപ്പർ പവർ മനസ്സിലാക്കണമെങ്കിൽ ബൈക്ക് ഒന്ന് റൈഡ് ചെയ്ത് അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് തന്നെ നോക്കണം. പഴയ 373 cc എഞ്ചിനിൽ നിന്ന് 349 cc വന്നപ്പോൾ ബൈക്കിന് എന്തെങ്കിലും പവർ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബൈക്കിന്റെ എഞ്ചിൻ കപ്പാസിറ്റി കുറച്ചെന്ന് കരുതി അതിന്റെ പെർഫോമൻസിനെ പൂർണ്ണമായിട്ട് അത് ബാധിക്കും എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. ഇത് ബൈക്കിന്റെ പവർ ടു വെയിറ്റ് റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പുതിയ മോഡൽ ഡൊമിനാർ 400 എഞ്ചിൻ കപ്പാസിറ്റി കുറച്ചിട്ടുണ്ട് എന്നതിനോടൊപ്പം തന്നെ കമ്പനി ഈ ഒരു ബൈക്കിന്റെ വെയിറ്റും റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ബൈക്കിന്റെ പവർ ലാഗ് എവിടെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മോഡലും പുതിയ മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പഴയ 371 cc എഞ്ചിൻ ഏകദേശം ഒരു 6000-7000 RPM കയറുമ്പോഴത്തേക്കും ഒരു പ്രത്യേക പഞ്ച് നമുക്ക് നൽകുന്നുണ്ടായിരുന്നു. പക്ഷെ പുതിയ ബൈക്കിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു പഞ്ച് കുറവായതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ ബൈക്ക് ഹൈ RPM കയറുമ്പോൾ ആ ഒരു ഫ്ലോയിലിംഗ് കിട്ടുന്ന സ്മൂത്ത് ആയിട്ടുള്ള ഒരു പവർ ഡെലിവറിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബൈക്കിന്റെ ടോപ്പ് സ്പീഡിലേക്ക് അതായത് 140-150 km/h നോക്കുമ്പോൾ പഴയ ഡോമിനാർ ആയിരിക്കും കുറച്ചുകൂടെ വേഗത്തിലെത്തുക. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ബൈക്കിന് വരുന്നത്. കൂടാതെ സ്ലിപ്പ് ആൻഡ് ക്ലച്ചിന്റെ സപ്പോർട്ടും കമ്പനി ഒരു ബൈക്കിൽ കൊടുത്തിട്ടുണ്ട്. റോഡ്, സ്പോർട്ട്, റെയിൻ, ഓഫ് റോഡ് എന്നിങ്ങനെ 4 റൈഡിംഗ് മോഡുകൾ ബൈക്കിന് വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ മീറ്റർ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ റൈഡിംഗ് മോഡുകളും അതുപോലെ തന്നെ ABS-ഉം സ്വിച്ച് ചെയ്ത് കാണിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരു 100-നും 110 km/h ഇടയ്ക്ക് എഞ്ചിന് യാതൊരു സ്ട്രെയിനും കൂടാതെ ഈ ഒരു ബൈക്കിൽ നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. 150 cc 200 cc നിന്ന് ഒരു അപ്ഗ്രേഡ് പ്ലാൻ ചെയ്യുന്നവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ലോങ് റൈഡ്സിനും പ്രാധാന്യം കൊടുക്കുന്നവർക്കും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പെർഫോമൻസ് ബൈക്ക് നോക്കുന്നവർക്കും ഉള്ള സെഗ്മെന്റിൽ തന്നെ മികച്ച ഓപ്ഷനുകളിൽ ഒന്നായിരിക്കും ബജാജ് ഡോമിനാർ 400. ബൈക്കിന്റെ ടെയിൽ സെക്ഷനിലേക്ക് നോക്കുമ്പോൾ ഡോമിനാറിന്റെ ആ ഒരു സിഗ്നേച്ചറായ ടിൻ വെർട്ടിക്കൽ LED ടെയിൽ ലാംപ്സ് അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പുതിയ മോഡലിൽ സ്റ്റോക്ക് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ടെയിൽ റാക്കും ബാക്ക് റെസ്റ്റ് എല്ലാം വണ്ടിയുടെ ആ ഒരു ഡിസൈനോട്ട് ഇഴുകി പിടിച്ച് തന്നെ പോകുന്നുണ്ട്. ഫ്രണ്ടിൽ 110-ഉം റിയർ സൈഡിൽ 150 സെക്ഷനുമാണ് ബൈക്കിന്റെ ടയർ സൈസ് വരുന്നത്. ഒരു കംപ്ലീറ്റ് ടൂറിംഗ് മെഷീനായിട്ട് ഡോമിനാറിന് കമ്പനി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വൈഡ് ആയിട്ടുള്ള സ്പേഷ്യസ് ആയ സ്പ്ലിറ്റ് സീറ്റുകളാണ് ബൈക്കിനുള്ളത്. സീറ്റിന്റെ കുഷനിങ് അത്ര സോഫ്റ്റും അല്ല, എന്നാൽ അത്ര ഹാർഡും അല്ല. ലോങ് റൈഡ് എടുക്കുമ്പോൾ ഒരു ജെൽ സീറ്റ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. 800 mm ആണ് ബൈക്കിന്റെ സീറ്റ് ആയിട്ട് വരുന്നത്. ഞാൻ 164 cm ആണ്. എന്നെ സംബന്ധിച്ച് 2 കാലിന്റെയും പകുതി മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് നിലത്തുത്താൻ പറ്റുന്നുള്ളൂ. ബൈക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് റൈഡറിന്റെ ഹൈറ്റിനെയും വെയിറ്റിനെയും കുറിച്ച് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം വീട്ടിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോങ് റൈഡ് ഒക്കെ എടുക്കുന്ന സമയത്ത് റൈഡർക്ക് ബാക്ക് പെയിൻ വരാത്ത രീതിക്കുള്ള ഒരു എർഗണോമിക് ഡിസൈനാണ് ബൈക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്രൈറ്റ് പോസ്റ്ററിലുള്ള ഒരു റൈഡിംഗ് പൊസിഷനാണ് ബൈക്കിനുള്ളത്. ഹാൻഡിൽ ബാർ അല്പം ഉയർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ കൈകൾക്കും തോളുകൾക്കും സ്ട്രെസ് കൊടുക്കാതെ നമുക്ക് റിലാക്സ് ആയിട്ട് വണ്ടി ഓടിക്കാം. കാലുകൾ വയ്ക്കുന്ന പൊസിഷൻ അല്പം പെറുകെട്ടാണ്. ഇത് വണ്ടിക്ക് ഒരു സ്പോർട്ടി ഫീലും ഒപ്പം റൈഡ് ചെയ്യുമ്പോൾ നല്ലൊരു കംഫർട്ട് നൽകുന്നുണ്ട്. 157 mm ആണ് ബൈക്കിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്ര വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു ബൈക്ക് അല്ല അത്. ബൈക്കിൽ ഒരു ഓഫ് റോഡിന്റെ മോഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ നല്ലൊരു ഓഫ് റോഡ് എടുക്കുന്ന സമയത്ത് ബൈക്കിന്റെ അടി തട്ടിയേക്കാം. 190 കിലോയാണ് ബൈക്കിന്റെ വെയിറ്റ് വരുന്നത്. പ്രീവിയസ് മോഡലിനേക്കാൾ ഏകദേശം ഒരു 3 കിലോ ലൈറ്ററാണ് ഈ ഒരു ബൈക്ക്. എന്നിരുന്നാലും നല്ല വെയിറ്റ് ഉള്ള ബൈക്കാണ്. അതിപ്പോൾ നമുക്ക് എവിടെയാണ് ഫേസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് റൈഡറിനെ സംബന്ധിച്ച് കുറച്ച് കൺജസ്റ്റഡ് ആയ ഏരിയാസിലോ അല്ലെങ്കിൽ ഒരു നാരോ റോഡിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ വെച്ച് ബൈക്ക് ഒന്ന് യൂ ടേൺ എടുക്കുന്ന സമയം വരുമ്പോഴാണ് ബൈക്കിന്റെ വെയിറ്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ പാർക്കിംഗ് ലോട്ടിൽ നിന്നൊക്കെ ബൈക്ക് എടുക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ
ഇതിൻ്റെ വെയിറ്റ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ബൈക്കിൻ്റെ വെയിറ്റിൻ്റെ ഒപ്പം എടുത്തു വരേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ടേണിംഗ് റേഡിയസ്. അതായത് ബൈക്കിൻ്റെ ടേണിംഗ് റേഡിയസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസ് എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ബൈക്ക് വളയ്ക്കാനായിട്ട്. ബൈക്കിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ബൈക്ക് ഒന്ന് കിടത്തി അല്ലെങ്കിൽ ഒന്ന് ചെരിച്ചൊന്ന് എടുത്തിട്ട് പോകാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു 349 cc അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ബൈക്കിനുള്ളത്. ഇതിന് മറ്റൊരു സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിന് മൈലേജ് കുറവായിരിക്കും, ഫ്യൂൽ കൺസപ്ഷൻ കൂടുതലായിരിക്കും. ഒരു 25-നും 28-നും ഇടയ്ക്കാണ് ബൈക്കിന് മൈലേജ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മൈലേജ് ഫോക്കസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ബൈക്ക് കുറച്ച് ബുദ്ധിമുട്ടായേക്കാം. കമ്പനി ഈ ഒരു ബൈക്കിൽ കുറച്ച് മാറ്റങ്ങൾ കൂടി വരുത്തിയിരുന്നില്ല എന്ന് തോന്നിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ബൈക്കിന്റെ മീറ്റർ കൺസോളാണ്. ഒരു ഫുൾ LCD ഇൻസ്ട്രുമെന്റ് കൺസോൾ ആയിരുന്നിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ബൈക്കിന്റെ എക്സോസിന്റെ സൈസ് ഒന്ന് കുറച്ചിട്ട് നീളത്തിൽ വരാൻ പാകത്തിനുള്ള ഒന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്നൊരു ചിന്താഗതി. ബൈക്കിന്റെ ഫ്രണ്ടിൽ 320 mm ഡിസ്കും റിയർ സൈഡിൽ 250 mm ഡിസ്കാണ് വരുന്നത്. അത്ര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് അല്ല, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ആണ് ബൈക്കിനുള്ളത്. കൂടാതെ ഡ്യുവൽ ചാനൽ ABS-ഉം ബൈക്കിന് കമ്പനി കൊടുത്തിട്ടുണ്ട്. ബൈക്കിന്റെ സസ്പെൻഷന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ 43 mm അപ്സൈഡ് ഡൗൺ ഫോക്സും റിയർ സൈഡിൽ മൾട്ടി സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നൈട്രോക്സ് മോണോഷോക്കാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റിഫ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ആണിത്. അതുകൊണ്ട് തന്നെ കോർണറിംഗ് ഒക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും. പക്ഷേ കുറച്ച് കുണ്ടും കുഴിയുള്ള റോഡിലേക്കൊക്കെ കയറുമ്പോൾ കംഫർട്ടിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഹൈവേ ടൂറിങ്ങിന് അടിപൊളിയായിരിക്കും. 2026 ആരൊക്കെയാണ് ഒരു ബൈക്ക് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കംഫർട്ടബിളും വൈഡും ആയിട്ടുള്ള പില്ലിയൻ സീറ്റാണ് ബൈക്കിനുള്ളത്. എന്നുകൊണ്ട് തന്നെ ഫാമിലി മെമ്പേഴ്സിന് എഫർട്ട്ലെസ് ആയിട്ട് ഈ ഒരു ബൈക്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഹൈവേ ടൂറിംഗ് മെഷീൻ നോക്കുന്നവർക്ക് സെഗ്മെന്റിലെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്കാണിത്. അതുപോലെ തന്നെ ബൈക്ക് ഹെവി ആയതുകൊണ്ട് സ്റ്റേബിളും കംഫർട്ടും ആയിട്ട് ഈ ഒരു ബൈക്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. 2026 മോഡൽ ഡൊമിനാർ 400ന്റെ വിശേഷങ്ങളോട് കൊണ്ട് അവസാനിക്കുകയാണ്. സോ നിങ്ങൾ ഈ ഒരു ബൈക്ക് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം ബൈക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കാം. നിങ്ങൾക്ക് പറ്റിയ നിങ്ങളുടെ ക്യാരക്ടറിന് പറ്റിയ ഒരു ബൈക്കാണ് എന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇതുമായിട്ട് കൂടുതൽ ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ കോലഞ്ചേരി ബജാജിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ആഡ് ചെയ്തിട്ടുണ്ട്. ബൈക്കിനെ കുറിച്ചും ബൈക്കിന്റെ EMI സ്കീംസിനെ കുറിച്ചും റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഈ ഒരു ബൈക്കിൽ 100% സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നവാനം സ്വന്തമാക്കുക, സേഫ് ആയിട്ട് റൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു ഷോർട്ട് വീഡിയോ, അതായത് ഒരു 10 മിനിറ്റിൽ ഒതുങ്ങുന്ന വീഡിയോ ഫോക്കസ് ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ ബൈക്കിന്റെ കുറെ കാര്യങ്ങൾ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ബൈക്ക് ഓൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ റൈഡ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അത് ഈ ഒരു ബൈക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടും. അങ്ങനെ നമുക്ക് നമ്മുടെ കമന്റ് ബോക്സിന് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് വിശാൽ വിജയൻ സൈനിങ് ഓഫ് ഫോർ മോട്ടോർ ന്യൂസ് മലയാളം. താങ്ക് യു.